ആപ്കി അദാലത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ സർക്കാർ ജനാധിപത്യം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. പീയൂഷ് സർ, രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മോദി രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതാക്കിയിരിക്കുന്നു, ആർക്കും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ മൈക്ക് പോലും ഓഫ് ചെയ്യുന്നെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിനുവേണ്ടി ലണ്ടനിൽ വരെ പോകണം. ജനകീയ എപ്പോഴാണ് അപകടത്തിലുള്ളത്? ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ലാത്ത സമയത്ത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലാത്ത സമയത്ത്. ഇതെപ്പോഴാണ് സംഭവിച്ചേ? എമർജൻസിയിൽ സംഭവിച്ചതാ. ജനകീയത്തിന് എപ്പോഴാണ് അപകടം സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജനങ്ങൾക്ക് അവരുടെ അവകാശം എന്ന് പറയുന്നത് ഇല്ലാണ്ടാവുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതെപ്പോഴാണ് സംഭവിച്ചത്? എമർജൻസിയിലാണ് സംഭവിച്ചത്. ജനകീയ എപ്പോൾ നശിക്കുമെന്ന് വെച്ചാൽ, ജനകീയ എപ്പോഴാണ് മരണപ്പെടുമെന്ന് വെച്ചാൽ, ലക്ഷക്കണക്കിന് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരെ, മറ്റുള്ള പാർട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഒരു കാരണവും ഇല്ലാണ്ട്, ഒരു ലീഗൽ പ്രോസസ്സും ഇല്ലാണ്ട്, ഒരു വകയിലുള്ള ഒരു കോർട്ടിൽ നിന്നും ഒരു നീതിയും കിട്ടാത്ത സമയത്ത് അവരെ പിടിച്ച് ജയിലിലിടുവല്ലേ? ശരിക്കും പറയണമെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി, ലാൽ കൃഷ്ണ അദ്വാനിജി, ജനങ്ങളുടെ നായകൻ ജയപ്രകാശ് നാരായണജി, നാനാജി, ദേശ്മുഖ്, വലിയ വലിയ തലവറുകൾ, അതായത് മൊറാർജി ദേശായി, ചരൺ സിംഗ് ജി, ഈ നാടിൻ്റെ എല്ലാ ഓപ്പോസിറ്റ് പാർട്ടിക്കും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ആയിക്കോട്ടെ, ചിലപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഴയ കോൺഗ്രസ് പോലും ആയിക്കോട്ടെ, എല്ലാരെയും ഒരുമിച്ചെടുത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ ജയിലിലോട്ടിട്ടത്. എതിർത്ത് നിൽക്കുന്നവരെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ജനകീയ അപകടത്തിലൊക്കെ ആവുന്നത്. ഇൻഫാക്ട് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ചോദ്യം ഇവിടെ തന്നെ ചോദിക്കാം. കോൺഗ്രസ് പാർട്ടി സംബന്ധമില്ലാണ്ട് എന്തെന്തോ ഓരോ പുതിയ കുറ്റങ്ങളെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് നിങ്ങൾ ടി വിയിൽ കാണിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. സർ, ജനാധിപത്യത്തിൽ ജനകീയം മരണപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിജിയുടെ ഭരണം കൊണ്ടാണ് ജനകീയം ഇനിയും ബലപ്പെട്ടിങ്ങനെ നീണ്ടു നിൽക്കുന്നത്. ഒന്നുകൂടെ ബലപ്പെട്ടു എന്ന് ഞാൻ പറയൂ. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ചെറിയ കേസ് ഉണ്ടായിരുന്നു, അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാർലമെന്റിലുള്ള അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പോലും ക്യാൻസൽ ചെയ്തെന്ന്. പാർലമെന്റ് മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയാനും പറഞ്ഞെന്നും കേട്ടു. ഇത് ജനാധിപത്യമാണോ? ആരാണോ കുറ്റവാളി, ആരാണോ കുറ്റം ചെയ്യുന്നേ, അത് അസം ഖാൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ മുക്തർ അൻസാരി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ആരാണെന്ന് കുറ്റവാളിയെന്ന് തെളിയിക്കപ്പെടുന്നോ, ഈ നാട്ടിൽ അവർക്ക് വേണ്ടിയുള്ള ചില റൂൾസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാടിന്റെ റൂൾസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇതുകൂട്ട് പർട്ടിക്കുലർ റൂൾസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കോൺഗ്രസിലുള്ളവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവരുടെ കുടുംബം ത്യാഗം ചെയ്ത കുടുംബമാണെന്ന്. ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെട്ടു, രാജീവ് ഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള കുടുംബത്തിനോട് ഇങ്ങനെ പെരുമാറാവോ എന്ന്. ഒരു കാര്യം ഞാൻ അറിഞ്ഞതിന് വളരെ ആശ്ചര്യപ്പെട്ടു. പ്രമോദ് തിവാരിജി, കോൺഗ്രസിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ, അദ്ദേഹം ടെലിവിഷനില് ഒരു ഇന്റർവ്യൂല് ഒരു കാര്യം പറയുകയാണ്. അതായത് ഗാന്ധിയുടെ കുടുംബത്തിലോട്ട് സെന്റൻസിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെന്ത് വേണമെങ്കിലും തെറ്റ് ചെയ്തോട്ടെ, എന്തൊക്കെ അവരുടെ മേത്തൊരു കുറ്റം ഉണ്ടെങ്കിലും ഞാൻ സെന്റൻസീവ് കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഗാന്ധി കുടുംബത്തിന് മാത്രം, അവർക്ക് മാത്രം തനിച്ചുള്ള റൂൾസ് വേണമെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇത് ആരെങ്കിലും ഒന്ന് സമ്മതിക്കുവോ? അവരുടെ ചിന്തയില് അവരുടെ ഒരു കുടുംബമാണ് എല്ലാവർക്കും മുകളിലോട്ട്. അവരുടെ ചിന്ത, ഒരു കുടുംബത്തിൽ നിന്നുള്ള 100 പേര്, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ എന്തോരം പേരായിരിക്കുന്നേ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവരെന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ, അവർ അദാനിയെക്കുറിച്ച് മോദിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പാർലമെന്റിൽ പല ചോദ്യങ്ങളും അവർ ചോദിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് വീട് ഒഴിയാനും പറഞ്ഞത്. ഈ നാട്ടിലുള്ള ഓരോ റൂൾസിനും നമ്മൾ റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. ഒരുപക്ഷേ നിങ്ങൾ ആരെങ്കിലും ഡിഫെയിം ചെയ്യുവാന്ന് വെച്ചാൽ, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഡിഫെയിം ചെയ്താലോ നിങ്ങൾക്കും ഉറപ്പായിട്ടും ദേഷ്യം വരുമല്ലോ. ഒരുപക്ഷെ അങ്ങനെ നാണം കെടുത്തിയതിനു ശേഷം ദേഷ്യത്തിൽ നിങ്ങൾ എണ്ണീറ്റ് നിൽക്കുവാണെന്ന് വെച്ചോ, കോർട്ട് നിങ്ങൾക്കൊരു നല്ല ചാൻസും തരുന്നുണ്ട്. ക്ഷമ ചോദിക്കണമെന്നാണ് പറയുന്നത്. ക്ഷമ ചോദിച്ച് ആ പ്രശ്നം അവസാനിപ്പിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഒരു വിധത്തിൽ ഈ മുഴുവൻ സൊസൈറ്റിയും നാണം കെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മുഴുവൻ OBC കമ്മ്യൂണിറ്റിയെയും നിങ്ങൾ നാണം കെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം എല്ലാരെയും എതിർത്ത് നിന്ന് ഇല്ല ഞാൻ ക്ഷമ ചോദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മോദിയെ കണ്ട് പേടിക്കുന്നില്ല, മോദി അദ്ദേഹത്തെ കണ്ട് പേടിക്കുകയാണ്. അദ്ദേഹം മോദിജിയെ മാത്രമല്ല നാണം കെടുത്തിയത്, അദ്ദേഹം എല്ലാവരെയും, അതായത് OBC കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും, മോദിന്ന് സർനെയിമുള്ള എല്ലാവരും തന്നെ
നാണം കെടുത്തുകയാണ്. അദ്ദേഹം എത്ര പേരുടെ സർനെയിം മോദി എന്നുണ്ടോ അവരൊക്കെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ബിഹേവിയർ കണ്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാജ്യം മുഴുവനും ഭാരത് ജോഡോ യാത്ര നടത്തി, വളരെയധികം കഷ്ടപ്പെട്ടു, തനിക്കെന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു. താങ്കൾ ആരെയാണോ പപ്പു എന്ന് വിളിച്ചത് ആ വ്യക്തിയെ മറ്റുള്ളവർ ഇപ്പോൾ ദൈവം എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഞാൻ കർണാടകയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. സത്യം എന്താന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവര് നടത്തുന്ന ഈ പ്രോഗ്രാം ഇന്ത്യനെ ഒരുമിപ്പിക്കാനായിട്ടുള്ളതല്ല, അവര് കോൺഗ്രസ് പാർട്ടിയെ ചേർക്കാനായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. CM പൊസിഷനിൽ കർണാടകയിലോട്ട് 3 കോമ്പറ്റേറ്റേഴ്സ് ആണ് ഉള്ളത്. സിദ്ധാരാമയ്യജി വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറുമല്ല. അടുത്ത പ്രാവശ്യം അദ്ദേഹം തന്നെ CM ആവണമെന്ന് പറയുന്നത്. ശിവകുമാർജി അദ്ദേഹത്തിന്റെ വിശ്വാസം വിടുന്നില്ല, അതൊരിക്കലും കൈവിടത്തില്ലെന്നാ പറയുന്നത്. അത് വിടാൻ മനസ്സില്ല, അദ്ദേഹം തന്നെ CM ആവുന്നാണ് അദ്ദേഹവും പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റും കളത്തിലിറങ്ങിയിട്ടുണ്ട്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും നിങ്ങൾ വിട്ടേക്ക്, എന്റെ അടുത്ത് കോൺഗ്രസിന്റെ നാഷണൽ ലീഡറായിട്ട് എല്ലാ റൈറ്റ്സും എന്റെ അടുത്തുണ്ടെന്ന്, ഞാൻ ആ CM ആവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരെ 3 പേരെ ഒരുമിപ്പിക്കാനായിട്ടുള്ള ഒരു യാത്രയാണ് ഭാരത് ജൂഡോ യാത്ര. നിങ്ങൾ ഗുജറാത്തിൽ നോക്കുവാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വന്നില്ല. ഞാൻ കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കണ്ടതുവരെ രാഹുൽ ഗാന്ധിജി എന്റെ കണ്ണി പെട്ടിട്ടില്ല. നിങ്ങളത് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം അദ്ദേഹത്തിന് ഞാൻ കണ്ണി കണ്ടതായിട്ട് തോന്നുന്നില്ല. എനിക്കറിഞ്ഞ അവരുടെ തന്നെ പാർട്ടി ദയവീത് നിങ്ങൾ വരല്ലേ. ഒരുപക്ഷെ നിങ്ങൾ വന്നാൽ ഏത് മാർജിൻ ഓഫ് ഡിഫിറ്റിൽ നിന്നാണ് നിങ്ങൾ തോൽക്കാൻ പോകുന്നത് അത് ചിലപ്പോൾ അധികരിച്ചേനെ. അല്ല, അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രിയങ്ക ഗാന്ധിയാണ് കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നത്. താങ്കൾക്ക് പ്രിയങ്കയെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് കാണിക്കുന്നു അതല്ലേ ഞങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നേ. ഞങ്ങൾക്ക് ക്യാമ്പയിനിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ പീയൂഷ് സാർ, ഒരു കാര്യം സത്യമാണ്, അതായത് ആരൊക്കെ മോദി ഭരണത്തിനെ എതിർക്കുന്നുവോ അവരുടെ വീട്ടിലേക്ക് താങ്കൾ CBI അയക്കുന്നു, ED അയക്കുന്നു. ഒരു പക്ഷെ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുവാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചോ, കൈക്കൂലി മേടിക്കുകയോ കക്കുകയോ എന്ന് വെച്ചാൽ, ഗവൺമെന്റിന്റെ പണത്തിൽ നിന്നും തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൈക്കൂലി മേടിക്കുമെന്ന് വെച്ചോളൂ. ശരി, നിങ്ങൾ തന്നെ ഇനി പറ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നാട്ടിലെ ഗവൺമെന്റ് വർക്ക് ആകണോ അതോ വർക്ക് ഓഫ് ചെയ്തിരിക്കണോ? ഈ നാടിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണുള്ളത്. ശരി, ഇനി നിങ്ങൾ തന്നെ പറ, ഒരു പക്ഷേ CBI തെറ്റായിട്ട് കേസ് ഇടുവാണെന്ന് വെച്ചോളൂ. മനീഷ് സിസോഡിയക്ക് ജയിലിൽ നിന്ന് ബെയിൽ കിട്ടിയിട്ട് പുറത്തിറങ്ങേണ്ട സമയമായില്ലേ? അദ്ദേഹത്തെ സത്യസന്ധനാണെന്നാ പറയുന്നത്. അദ്ദേഹം സത്യസന്ധനാന്നും പറഞ്ഞ് സെൽഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുക. ജനങ്ങളാണ് സെൽഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ജനങ്ങൾ റെയ്ഡ് നടന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു, ബാങ്കിൽ റെയ്ഡ് നടന്നു, ലോക്കറൊക്കെ ചെക്ക് ചെയ്തു. പക്ഷെ മനീഷ് സിസോഡിയയുടെ അടുത്ത് ഒന്നും തന്നെ ലഭിച്ചില്ല. അദ്ദേഹം എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടൊന്നും വെച്ചിരിക്കത്തില്ലല്ലോ. എന്ത് ചെയ്യണമെന്നുള്ളത് CBI, ED എന്തൊക്കെയാണോ അതിന്റെ പ്രോസസ്സ് അവരെ നോക്കിക്കോളൂല്ലോ. അവരുടെ പണി അവർ നോക്കുന്നു. ഒരുപക്ഷെ അവർക്ക് പേടിയില്ലെങ്കിൽ, അവരൊരു പക്ഷെ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്ത് പേടിയാ വേണ്ടത്? ഒരുപക്ഷെ CBI വന്നാലോ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദ്യം ചോദിച്ചാലോ അതിനുള്ള ഉത്തരം മാത്രം കൊടുക്ക്. ഒരുപക്ഷെ കോർട്ടിന് റിലീസ് ഓർഡർ കൊടുത്തില്ലെന്ന് വെച്ചോളൂ. ഒരുപക്ഷെ അവരുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ പല മാസങ്ങളായിട്ട് ജയിലിലിരിക്കുമെന്നും വെച്ചോളൂ. സോ ഇപ്പൊ അവരുടെ ജനങ്ങളെല്ലാവർക്കും തന്നെ ആ കാര്യം അറിയാം, നാടിന്റെ ലോ ആൻഡ് ഓർഡർ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉള്ളതെന്ന്. ഹൈക്കോർട്ട് വരെ അവർ പോയത്. ഹൈക്കോർട്ടിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർക്കെതിരെയുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ബെയിൽ കിട്ടാത്തത്. സോ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആരും നല്ലവരൊന്നും ആവത്തില്ല. ജനങ്ങളെപ്പോഴാണോ വിശ്വാസം വെക്കുന്നത് പ്രധാനമന്ത്രി മോദിജി ഏറ്റവും നല്ലവനാന്നുള്ള കാര്യം ജനങ്ങൾ അറിയുന്ന സമയത്ത് അവർക്കൊക്കെ മനസ്സിലാവുമ്പോ, അദ്ദേഹം 2019 അദ്ദേഹം ഒരുപാട് സീറ്റ്സ് ജയിച്ചില്ലേ? തെറ്റായിട്ടുള്ള കേസ് കേട്ട എല്ലാം അദ്ദേഹം വിട്ടിട്ട് മോദിജിക്ക് 303 സീറ്റാണ് കൊടുത്തിരുന്നത്. പിന്നെയും ജയിപ്പിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കൾ കേജ്രിവാളിന്റെ അടുത്തും തകരാറുണ്ടാക്കുന്നു. ഒരു CM അദ്ദേഹത്തിന്റെ വീട് മോടി പിടിപ്പിക്കുന്നതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇതാ നോക്കൂ സർ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലോട്ട് ഇപ്പോൾ വരാം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരൊരു സത്യം ചെയ്തിരിക്കുകയാണ്. ഷീലാ ദീക്ഷിത് എയർ കണ്ടീഷണർ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതും എടുത്തേക്കും, ഞാൻ ഗവൺമെന്റ് വണ്ടി മേടിക്കത്തില്ലെന്ന്. ഞാൻ സാധാരണ വീട്ടിലേ ഇരിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം കേട്ടിരുന്നു. ഞാനിപ്പോൾ ഒരു ഓല വീട്ടിലായിരിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഗവൺമെന്റിന്റെ വീടൊന്നും മേടിക്കത്തില്ല, ഞാൻ വളരെ സാധാരണ വീട്ടിലേ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ വീട് വിട്, അടുത്തുള്ള ആൾക്കാരുടെ വീട് പോലും അദ്ദേഹത്തിന്റെ വീടായിട്ട് അദ്ദേഹം ചേർത്ത്. ഇപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ
നിങ്ങളുടെ സർക്കാരല്ലേ സെൻട്രൽ വിസ്ത കെട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചത്? സെൻട്രൽ വിസ്റ്റ ഒരാൾ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. ഇതിലെല്ലാവർക്കും തന്നെ റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ഓഫീസേഴ്സിനും ഇതിനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. കേജ്രിവാളും ഒരു വീട് നിർമ്മിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രവർത്തിക്കണം, വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് നല്ലൊരു വീട് കെട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. എന്റെ വീട്ടിലാണോ പ്രശ്നം? നരേന്ദ്രമോദി ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രശ്നമില്ലെന്ന് ചോദിച്ചു. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇതുപോലെ അർത്ഥമില്ലാണ്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിജി വലുതായിട്ട് പൈസ ചെലവ് ചെയ്ത് ഒരു വീടും കെട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി മോദിജി വൈസ് പ്രസിഡന്റ് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്ന് രാഷ്ട്രപതി ഭവൻ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് വരണമെന്നുള്ളൊരു ശ്രമമാണ്. ഇതുകൊണ്ട് ജനങ്ങളുടെ അസൗകര്യമൊക്കെ കുറയും, അവരുടെയൊക്കെ പ്രൊട്ടക്ഷനും നല്ല രീതിക്ക് നടക്കും. ഇതെല്ലാവരും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നേ. ഇന്ന് നാടിന്റെ പ്രധാനമന്ത്രിയുടെ സേഫ്റ്റി എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നേ. ഈ കാര്യം തന്നെ കെജ്രിവാൾജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീട് നന്നായിട്ട് കെട്ടുന്നോ ഇല്ലെന്നുള്ളതല്ല കാര്യം. പക്ഷെ ജനങ്ങൾ ഒരിക്കലും പൊട്ടന്മാരായിട്ട് കരുതാനേ പാടില്ല. ജനങ്ങളുടെ അടുത്ത് പോയി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കണമെന്ന് വിചാരിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് തീർന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നത് മറ്റൊരു രീതിയിലും ആയിരിക്കും. മോദിജി എന്ത് പറയുന്നു അത് മാത്രമേ ചെയ്യുള്ളൂ. കെജ്രിവാൾജി എന്ത് പറയുന്നു അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. അത് മാത്രമല്ലാണ്ട് ജനങ്ങളുടെ വിശ്വാസം മോദിജി ജനങ്ങളുടെ വിശ്വാസം മുഴുവനും നേടിയെടുത്തിരിക്കുകയാണ്. കെജ്രിവാൾജി മുഴുവൻ തോറും ജനങ്ങളുടെ വിശ്വാസം മണ്ണിനോടൊപ്പം നശിപ്പിച്ചു കളഞ്ഞിരിക്കുക.